കൊച്ചിയുടെ വ്യാവസായിക ഇടനാഴി എന്ന് വിശേഷിപ്പിക്കുന്ന കളമശ്ശേരി നിയോജക മണ്ഡലത്തിലും ആധിപത്യമുറപ്പിച്ച് UDF. മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിൽ LDFന് അടിപതറി. 3 പതിറ്റാണ്ട് കാലം LDF കൈവശം വെച്ചിരുന്ന ആലങ്ങാട് പഞ്ചായത്തിലടക്കം UDF ചരിത്ര വിജയമാണ് നേടിയത്. 24 സീറ്റിൽ 18 സീറ്റും UDF കരസ്ഥമാക്കിയപ്പോൾ 10 വർഷം LDF കൈവശം വെച്ചിരുന്ന കരിമലൂർ പഞ്ചായത്തിൽ 22ൽ 13 സീറ്റ് നേടി UDF വിജയക്കൊടി പാറിച്ചു. കുന്നുകര പഞ്ചായത്തിൽ 16ൽ 9ഉം കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ 24 സീറ്റിൽ 14 സീറ്റും കരസ്ഥമാക്കിയാണ് UDFന്റെ വിജയം. മണ്ഡലാസ്ഥാനമായ കളമശ്ശേരി നഗരസഭയിൽ 46ൽ 30 സീറ്റും കരസ്ഥമാക്കി UDF ഭരണം നിലനിർത്തിയപ്പോൾ LDF വിജയിച്ച ഏലൂർ നഗരസഭയിൽ 32 സീറ്റിൽ 12 സീറ്റ് നേടി UDF മുന്നേറ്റം നടത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് കളമശ്ശേരിയിൽ ജമാൽ മണക്കാടനും ഏലൂരിൽ ലൈജി സജീവനുമാണ് സാധ്യത. ഈ പി രാജീവിൻ്റെ സ്വന്തം മണ്ഡലം എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാം CPMന് വിനയായേ ഭവിച്ചിട്ടുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ഒപ്പം തന്നെ ഈ ഗവൺമെൻറ്റിനോടുള്ള പി രാജീവ് എന്ന് പറയുന്ന ഞങ്ങളുടെ MLAയുടെ ഒരു അദ്ദേഹത്തിൻ്റെ കൂടി ഈ കാര്യക്ഷമത ഇല്ലായ്മയും വികസനം തൊട്ടു നീട്ടിയിട്ടില്ലാത്തതിൻ്റെയും ഒരു ബഹുസ്ഫുരണം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതേസമയം ഏലൂരിൽ അധ്യക്ഷ സ്ഥാനത്തിന് CPI അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 32 അംഗ കൗൺസിലിൽ 12 സീറ്റ് UDFും 5 സീറ്റ് BJPയും നേടിയപ്പോൾ 15 സീറ്റിലാണ് LDFന്റെ വിജയം. ഇതിൽ 4 CPIയുടേതാണ്. 2015-20 കാലത്ത് അധ്യക്ഷ സ്ഥാനം പങ്കുവച്ച പശ്ചാത്തലത്തിലാണ് CPI നീക്കം. അതേസമയം മണ്ഡലത്തിലെ പരാജയ കാരണം പരിശോധിക്കുകയാണ് LDF നേതൃത്വം. മീഡിയ 1 കൊച്ചി.